80% സ്മാൾ ബിസിനസ്സും ഫെയിൽ ആകുന്നത് പൈസ ഇല്ല എന്ന കാരണം കൊണ്ടല്ല, മാർക്കറ്റിംഗിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ പരസ്യം മാത്രം കൊടുക്കുന്നത് കൊണ്ട് മാർക്കറ്റിംഗ് ആകില്ല. അതുപോലെ തന്നെ ഒരു ഓഫർ കൊടുക്കുന്നത് കൊണ്ട് മാർക്കറ്റിംഗ് ആകില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ മാർക്കറ്റിംഗിന്റെ ഫണ്ടമെന്റലിനെ കുറിച്ചാണ് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവരും ചിന്തിക്കുന്നത്? ഒരു പരസ്യം ഇടുന്നതാണോ, അതോ സെയിലാണോ, അല്ലെങ്കിൽ ഒരു ഓഫർ ഇടുന്നതാണോ? പക്ഷെ സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗ് അത്ര സിമ്പിൾ അല്ല. മാർക്കറ്റിംഗ് എന്നത് പ്രോഡക്റ്റ് വിൽക്കുന്നത് മാത്രമല്ല, കസ്റ്റമറിന്റെ പ്രോബ്ലം മനസ്സിലാക്കി അവർക്ക് റിയൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ്. കറക്റ്റ് പ്രോഡക്റ്റ് കറക്റ്റ് ആളുകൾക്ക് കറക്റ്റ് സമയത്ത് എത്തിക്കുന്നതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൽ 4 കൺസെപ്റ്റ് ആണ് ഉള്ളത്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. നിങ്ങൾ എന്താണ് വിൽക്കുന്നത്? ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയാണ്? ആ പ്രോഡക്റ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അതിനെ അറിയിക്കുന്നത്? ഈ 4 കാര്യങ്ങൾ കറക്റ്റ് ആയാൽ മാർക്കറ്റിംഗ് സ്ട്രോങ് ആകും. ഇവിടെ പലരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവർക്കും വിൽക്കാനായി ട്രൈ ചെയ്യും. പക്ഷെ സത്യം എന്താ? എല്ലാവർക്കും പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് STP സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ മാർക്കറ്റ് ഡിവൈഡ് ചെയ്യണം. ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ചൂസ് ചെയ്യണം. കസ്റ്റമറിന്റെ മൈൻഡിൽ നമ്മുടെ ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. സിമ്പിളായി പറഞ്ഞാൽ കറക്റ്റ് ഓഡിയൻസ് ചൂസ് ചെയ്യണം. 2 തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് ഉള്ളത്: ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? TV-യിൽ പരസ്യം കൊടുക്കുന്നത്, ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കുന്നത്, നോട്ടീസ് വിതരണം ചെയ്യുന്നത്, ഇതൊക്കെ ട്രഡീഷണൽ മാർക്കറ്റിംഗിലാണ് വരുന്നത്. ഇതിന്റെ റിസൾട്ട് മെഷർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവുമാണ്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്? ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഗൂഗിള്, യൂട്യൂബ്, സോഷ്യൽ മീഡിയ വഴി നമ്മൾ പരസ്യം ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് ചെറിയ ബഡ്ജറ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കറക്റ്റ് ഓഡിയൻസിനെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും, റിസൾട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒഴിവാക്കിയാൽ ബിസിനസ് ഗ്രോത്ത് സ്ലോ ആകും. എന്താണ് മാർക്കറ്റിംഗ് ഫണൽ? അതൊരു കസ്റ്റമറിന്റെ ജേണിയാണ്. നമ്മുടെ പ്രോഡക്റ്റിന്റെ ആഡ് കസ്റ്റമർ കാണും. അവര് നമ്മുടെ പ്രൊഫൈലിൽ വിസിറ്റ് ചെയ്ത് അതിന് ഒരു അവയർനെസ് കിട്ടും, പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കിട്ടും. ആ പ്രോഡക്റ്റ് അവർക്ക് ഇൻട്രസ്റ്റ് ആവും. ഇൻട്രസ്റ്റ് ആയി അത് അവര് പർച്ചേസ് ചെയ്യാനുള്ള ആക്ഷൻ എടുക്കും. പിന്നെ അവർ ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് അവര് റിവ്യൂ ചെയ്യും. ഇതാണ് മാർക്കറ്റിംഗ് ഫണൽ. എന്താണ് റീമാർക്കറ്റിംഗ്? നിങ്ങളൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യാതെ പോയാൽ പിന്നെ അതേ പ്രോഡക്റ്റ് ആഡായി വേറെ പ്ലാറ്റ്ഫോമിൽ കാണിക്കും. അതാണ് റീമാർക്കറ്റിംഗ്. ലാസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ORM. നെഗറ്റീവ് റിവ്യൂസ് ഇഗ്നോർ ചെയ്യരുത്. പൊളൈറ്റ് ആയി റിപ്ലൈ കൊടുക്കുക. ഹാപ്പി കസ്റ്റമേഴ്സിനോട് റിവ്യൂ ഇടാൻ പറയുക. ഓൺലൈനിൽ നമ്മുടെ ബ്രാൻഡ് ഇമേജ് സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ബ്രാൻഡും സ്ട്രോങ് ആകും. മാർക്കറ്റിംഗിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.